എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെല്ലാവരും നമ്മളെക്കുറിച്ച് എല്ലാവരും നല്ലത് പറയാറുണ്ട്. ജീവിച്ചിരിക്കുന്ന സമയത്ത് പടച്ചവനെ നമ്മളെ നല്ലവരാണെന്ന് നമ്മുടെ കൂടെ പഠിച്ചവർ, നമ്മുടെ മക്കൾ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മളുടെ കൂടപ്പറപ്പുകൾ, നമ്മളുടെ ഗുരുനാഥന്മാര്, നമ്മുടെ നാട്ടുകാര് നമ്മളെക്കുറിച്ച് നമ്മളെ നല്ലവരാ എന്ന് പറയാറുണ്ടല്ലോ. അങ്ങനെ പറയുന്നത് നമ്മൾ വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ. അതിങ്ങനെ പറയുമ്പോൾ മനസ്സിന് വല്ലാത്ത ഒരു കുളിർമയാണ്, മനസ്സിന് വല്ലാത്ത ഒരു ആനന്ദമാണ്. എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, നിന്നെക്കുറിച്ച് ജനങ്ങളെ നല്ലത് പറയേണ്ടത് എപ്പോഴാണെന്നറിയുമോ? വയല് കേൾക്കാമെന്നിരിക്കുന്ന പെങ്ങളെ, നിന്നെക്കുറിച്ച് നല്ലത് പറയേണ്ടത് എപ്പോഴാണെന്നറിയുമോ? ജീവിച്ചിരിക്കുമ്പോ മാത്രമല്ല, ജീവിച്ചിരിക്കുന്ന സമയത്ത് മാത്രമല്ല, പിന്നെ എപ്പോഴാണ് നീ നല്ലവരെന്ന് പറയേണ്ടതെന്നറിയുമോ? അല്ലാഹുവേ, ഖാബിദുൽ അർവാഹു മലക്ക് അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് ഒരു ദിവസം പറയാതെ പെട്ടെന്ന് നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുമല്ലോ. നമ്മുടെ സ്വപ്നങ്ങളും നമ്മളുടെ ആഗ്രഹങ്ങളും നമ്മുടെ മോഹങ്ങളുമെല്ലാം തകർത്ത് തരിപ്പണമാക്കി ഇടിച്ചി വീഴുന്നത് പോലെ ഒരു ദിവസം മരണം നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. ആ മരണം നമ്മുടെ മുമ്പിലേക്ക് കടന്നു വന്നാൽ നമുക്കാർക്കാ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നത്? അതാ ആകാശ ലോകത്ത് നിന്ന് 70 മുതൽ 70,000 വരുന്ന ഒരു സംഘവുമായി അല്ലാഹുവിന്റെ മലക്കുകൾ കണ്ണിന്റെ മുമ്പിലേക്ക് കടന്നു വരുന്ന ഒരു ദിവസമുണ്ടല്ലോ. ഫകസഫിനാ അൻക ഗൈതാക ഫബസറുക അൽയൗമ ഹദീദ്. ആകാശ ലോകത്ത് നിന്ന് മലക്കുകൾ നമ്മുടെ കണ്ണിന്റെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. അന്ന് റബ്ബ് നമ്മുടെ കണ്ണ് തുറന്നു തരികയാണ്, നമ്മുടെ കണ്ണങ്ങ് തുറക്കുകയാണ്. ഇന്നുവരെ കാണാത്ത പല കാഴ്ചകളും നമ്മൾ കാണുകയാണ്. ഈ വഅദ് പറയുന്ന മജ്ലിസിന്റെ ചുറ്റുഭാഗം മുഴുവനും അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാര് വലയം ചെയ്ത് നിൽക്കുകയാണ്. അവര് നമുക്ക് വേണ്ടി റബ്ബിനോട് ദുആ ചെയ്യുകയാണ്. എന്നാ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നില്ല. എന്നാ കാണുന്ന സമയമാണ് മരണമെടുക്കുമ്പോ നമ്മുടെ കണ്ണങ്ങ് തുറക്കുകയാ. അതാ മലക്കുകളെ കാണുകയാണ്. ആ മലക്കുകൾ നമ്മുടെ ചാരത്തേക്ക് കടന്നു വന്നിട്ട് കാലിന്റെ വിരൽ മുതൽ റൂഹ് പിടിച്ച് അവസാനം തൊണ്ടക്കുടിയിൽ നിന്ന് റൂഹ് വലിച്ചെടുക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും മരണപ്പെടുകയാണ്. ആ മരണത്തിന്റെ മുമ്പിൽ നമ്മൾ കീഴടങ്ങേണ്ടവരാണ്. അവസാനം പള്ളിയുടെ മിനാരത്തിൽ നിന്ന് വിളിച്ചു പറയുകയാ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഞാനും നിങ്ങളും മരിച്ചുപോയെന്ന് പറഞ്ഞ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് വിളിച്ചു പറയുമല്ലോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവരും നമ്മളെ കാണാൻ വരികയാണ്. ജീവിച്ചിരുന്ന സമയത്ത് വരാത്തവനും മരിക്കുമ്പോ കടന്നു വരുമല്ലോ. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാണ്, ജീവിച്ചിരിക്കുന്ന കാലത്ത് നീ നല്ലവനാണ്, മഹാനാണ്, ഒരുപാട് നന്മ ചെയ്യുന്നവനാണ്. നമ്മളെക്കുറിച്ച് ജനങ്ങളെല്ലാവരും നമ്മളെക്കുറിച്ച് നല്ലത് പറയുമ്പോ ഈ വഅദ് കേൾക്കാമെന്നവരോട് പറയുകയാ, ജീവിച്ചിരിക്കുമ്പോഴല്ല പറയിപ്പിക്കേണ്ടത്, ജീവിച്ചിരിക്കുന്ന സമയത്തല്ല പറയേണ്ടത്. എപ്പോഴാണ് പറയേണ്ടതെന്നറിയുമോ? മന്നസിനാ അലൈഹി അർബഅതു ഖൈറാ വജബതു ലഹുൽ ജന്നാ. എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സ്വർഗമല്ലേ വേണ്ടത്? ഈ വഅദ് കേൾക്കാൻ വന്നിരിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹമെന്താ? സ്വർഗത്തിൽ പോകണമെന്നല്ലേ, സ്വർഗത്തിൽ പോകണമെന്നല്ലേ? എങ്കിൽ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, മന്നസിനാ അലൈഹി അർബഅതു ഖൈറാ വജബതു ലഹുൽ ജന്നാ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഈ സദസ്സിലിരിക്കുന്ന ഒരാൾക്ക് സ്വർഗം നിർബന്ധമാണ്. ഈ സദസ്സിലിരിക്കുന്ന ഒരാൾക്ക് സ്വർഗം നിർബന്ധമാണ്. ആ സ്വർഗം നിർബന്ധമാകുന്ന മനുഷ്യനാരാ? പെങ്ങളെ, നിങ്ങളിൽ ആർക്കാണ് സ്വർഗം നിർബന്ധമാകുന്നതെന്നറിയുമോ? ഉമ്മ, സ്വർഗം നിർബന്ധം ആർക്കാണെന്നറിയുമോ? മന്നസിനാ അലൈഹി അർബഅതു ഖൈറാ
വജബതു ലഹുൽ ജന്ന. ഖാല നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുക, ഈ ഇരിക്കുന്ന നമ്മളെക്കുറിച്ച് നാട്ടുകാർ മുഴുവൻ ഇപ്പം എന്നെ പ്രസംഗത്തിന് വിളിച്ചപ്പോൾ തന്നെ എന്തൊക്കെയോ പറഞ്ഞു. അതങ്ങനെ എല്ലാവരും അങ്ങനെ പറയും, കേൾക്കാനൊരു രസമാ. എന്നാൽ ഈ സദസ്സിലിരിക്കുന്ന നിങ്ങളോടും എനിക്ക് പറയാനുള്ളത്, ജീവിച്ചിരിക്കുമ്പോഴല്ല പറയേണ്ടത്, ജീവിച്ചിരിക്കുന്ന സമയത്തല്ല പറയേണ്ടത്. നീ മരണപ്പെട്ടതിന് ശേഷം, നിന്റെ മയ്യത്ത് നീ മരിച്ചതിന് ശേഷം 4 പേര് നിന്നെക്കുറിച്ച് നല്ലവനാണെന്ന് പറഞ്ഞാൽ, നിനക്ക് സാക്ഷി നിന്നാൽ നിനക്ക് സ്വർഗം നിർബന്ധമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി, ഉറക്കെ പറഞ്ഞ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എടോ, മരണപ്പെട്ടതിന് ശേഷം 4 പേര് പറയണം നീ നല്ലവനായിരുന്നു എന്ന്. 4 പേര് പറയണം നീ നല്ലവനായിരുന്നു എന്ന്. 4 പേര് നിന്നെക്കുറിച്ച് നല്ലത് പറഞ്ഞ നിനക്ക് സ്വർഗം നിർബന്ധമാ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. നമ്മളെക്കുറിച്ച് പറയുവോ? നമ്മളെക്കുറിച്ച് 4 പേര് നല്ലത് പറയുവോ? നിങ്ങൾ എന്താ ഇപ്പം ഇങ്ങനെ ഇരിക്കണേ? പറയൂ ചങ്ങായിമാരെ, നമ്മളെക്കുറിച്ച് 4 പേര് നല്ലത് പറയോ? നമ്മൾ വിചാരിച്ചിരിക്കുന്നത് പറയൂന്നാ. നമ്മൾ വിചാരിച്ചിരിക്കുന്നത് നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ 4 പേര് നമ്മളെക്കുറിച്ച് നല്ലത് പറയുമെന്നാ ഈ വാഴ കേൾക്കാൻ വേണ്ട ഉമ്മായും പെങ്ങളൊക്കെ ചിന്തിക്കുന്നത്. ഉമ്മാ, ആരെങ്കിലും 4 പേര് പറഞ്ഞിട്ട് കാര്യമില്ല. ആരെങ്കിലും 4 പേര് പറഞ്ഞിട്ട് കാര്യമില്ല. പറയേണ്ട 4 പേര് പറയണം. റോഡേ വരുന്നവനും പോകുന്നവനും സാക്ഷി പറഞ്ഞില്ല. നീ നിന്റെ മകളെ നിക്കാഹ് കഴിക്കുന്ന സമയത്ത് റോഡേ പോയവനെ അല്ലല്ലോ സാക്ഷി നിർത്തിയത്. അപ്പൊ നീ നല്ലവനായിരുന്നു എന്ന്, നീ നല്ലവളായിരുന്നു എന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ സാക്ഷി പറയുന്ന 4 പേരുണ്ടാകണം. അത് സാധാരണ ആൾക്കാരല്ല. ഈ 4 പേര് ആരാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഈ 4 പേരിൽ ആരെങ്കിലും 4 പേരെ നിങ്ങളൊന്ന് റെഡിയാക്ക്. അള്ളാഹു നമുക്ക് സ്വർഗത്തിൽ പോകാൻ ഭാഗ്യം തരുമാറാകട്ടെ. അപ്പോൾ ഒരു 4 പേരെ ഞാൻ പറഞ്ഞു തരാം. ഈ 4 പേരും നാട്ടുകാരല്ല. ഈ 4 പേരും നിനക്ക് പരിചയമില്ലാത്തവരല്ല. നീയുമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധമുള്ള 4 പേരെ ഞാൻ പറഞ്ഞു തരാം. ഈ 4 പേര് നീ നല്ലവനാണെന്ന് പറഞ്ഞാൽ നിനക്ക് സ്വർഗമുണ്ട്. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഒന്ന് ശ്രമിച്ചൂടെ? ഒന്നാമതേ ചൂടാ, ഒന്നാമതേ വല്ലാത്ത ചൂടാ. അതിനിടയിലാണ് നമ്മളൊക്കെ ഇരിക്കുന്നത്. ചൂട് ഞാൻ തന്നതല്ല, അല്ല തന്നതാ. അതുകൊണ്ട് എന്നോട് ആ ദേഷ്യം തീർത്തിട്ട് കാര്യമില്ല. അള്ളാഹു നമുക്ക് നാളെ പരലോകത്തിൻ്റെ ചൂടിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പം ഞാനൊരു 4 പേരെ പറഞ്ഞു തരാം. പറ്റുമെങ്കിൽ ഈ 4 പേരെ നിങ്ങളൊന്ന് കൂടെ കൂട്ടിക്കോ. എന്തെങ്കിലും വീട് വെച്ച് കൊടുത്തിട്ടോ, പൈസ കൊടുത്തിട്ടോ, കറങ്ങാൻ കൊണ്ടുപോയിട്ടോ, എന്ത് ചെയ്തിട്ടാണെങ്കിലും കുഴപ്പമില്ല. ഈ 4 പേര് പറയണം നീ നല്ലവനാണെന്ന്. അള്ളാഹു പറയിപ്പിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അപ്പോൾ ഒന്നാമത്തതാരാ? നിങ്ങൾ ഇരിക്കണില്ലേ സഹോദര? എത്ര നേരം നിൽക്കും അനിയ? മാലയും തൂക്കിയിട്ടിട്ട് കസേര കയറിയിരി. നിൽക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ല. ഇരുന്നോ ഇൻഷാ അല്ലാഹ്. നിങ്ങൾ ഇരിക്കണില്ലേ? ചങ്ങാതി ഇങ്ങനെ നടക്കുക. ദീപങ്ങൾ ഇരിക്കണില്ലേ? നിങ്ങൾ ഇവിടെ വന്നിരിക്കടോ. ആദ്യം നിങ്ങളുടെ കാര്യം നിങ്ങൾ നോക്ക്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നാമത്തെ ആരാണ് നമ്മൾ നല്ലവരായിരുന്നു എന്ന് പടച്ചറപ്പിനോട് പറയേണ്ട ഒന്നാമത്തെ ആളാരാ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 63 വയസ്സായി. റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച ദിവസം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞു. പ്രവാചകൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരണപ്പെട്ടു എന്ന് പറയുന്ന, നബിതങ്ങൾ വഫാത്തായി എന്ന് പറയുന്ന വാർത്ത മദീന മുഴുവനും കാട്ടുതീ പടരുന്നത് പോലെ പടർന്നു. നബിതങ്ങൾ വഫാത്തായി എന്നറിയുന്നവർ മുഴുവനും നിലവിളിക്കുകയാ. ആണാകട്ടെ, പെണ്ണാകട്ടെ, പ്രായമുള്ളവരാകട്ടെ, കുട്ടികളാകട്ടെ, എല്ലാവരും നബിതങ്ങൾ മരണപ്പെട്ടു എന്നറിയുമ്പോൾ, നബിതങ്ങൾ വഫാത്തായി എന്നറിയുമ്പോൾ എല്ലാവരും കരയുന്നുണ്ട്, നിലവിളിക്കുന്നുണ്ട്. എല്ലാവരും അവരവരുടെ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുകയാണ്. എല്ലാവരും അവരവരുടെ വീടിനുള്ളിൽ നിന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് മദീനയിലെ മസ്ജിദ് നബവിയിലേക്ക് ഓടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിലേക്ക് ജനങ്ങൾ മുഴുവനും നിലവിളിച്ചുകൊണ്ട് ഓടുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു നാട് മുഴുവനും കരയുകയാണ്. ഒരു വീട് മാത്രമല്ല, ഒരു പഞ്ചായത്ത് മാത്രമല്ല,
ഒരു നാട് മുഴുവനും അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായപ്പോൾ ആ പ്രവാചകന്റെ വഫാത്ത്, അവിടുത്തെ മരണം ഉൾക്കൊള്ളാൻ കഴിയാതെ ഒരു നാട് മുഴുവനും കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരാൾക്ക് പോലും സമാധാനിപ്പിക്കാൻ കഴിയുന്നില്ല, ഒരാൾക്ക് പോലും കരയില്ല എന്ന് പറയാൻ കഴിയുന്നില്ല. കാരണം എല്ലാവരും കരയുകയാണ്, ഒരുമിച്ചിരുന്ന് കരയുകയാ. അങ്ങനെ നേതൃത്വത്തിൽ നിൽക്കാൻ ഒരാൾ പോലുമില്ല. മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, അബൂബക്കർ തങ്ങൾ നാട്ടിൽ തന്നെ ഇല്ല. പിന്നെ പറയേണ്ട ആളാണ് സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ഊരി പിടിച്ച വാളുമായിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീടിന്റെ മുമ്പിൽ നിൽക്കുകയാ. ആരെങ്കിലും എൻ്റെ പ്രവാചകന് വഫാത്തായി എന്ന് പറഞ്ഞാൽ ഞാൻ അവന്റെ തലയെടുക്കുമെന്ന് പറഞ്ഞ് ഉമർ തങ്ങൾ പടച്ചവനെ സ്വബോധമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. ഉസ്മാൻ തങ്ങൾ തളർന്നു വീണു, അലിയാരി തങ്ങൾ തളർന്നു വീണു, ബിലാൽ തങ്ങൾ തളർന്നു വീണു. അങ്ങനെ പ്രമുഖരായ സ്വഹാബത്ത് മുഴുവനും തളർന്നു വല്ലാത്തൊരവസ്ഥയിൽ കിടക്കുകയാ. ഒരു നാട് മുഴുവനും വല്ലാതെ കരച്ചലാണ്. കരയില്ലേ എന്ന് പറയാൻ പോലും ഒരാളുമില്ലാതെ മദീന എന്ന് പറയുന്ന നാടിങ്ങനെ കിടക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനാസ പടച്ചവനെ തിങ്കളാഴ്ചയാണ് നബി തങ്ങൾ വഫാത്തായത്. ആ തിങ്കൾ കഴിഞ്ഞു, ചൊവ്വ കഴിഞ്ഞു, ബുധനാഴ്ചയായി. കാരണം എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് അവിടുത്തെ ജനാസ വെച്ചതെന്നറിയുമോ? അല്ലാഹുവേ, നേതൃത്വം കൊടുക്കാൻ ആളില്ല, നേതാവില്ല, എന്ത് ചെയ്യണമെന്ന് പറയാൻ ഒരാളില്ല. മയ്യത്ത് കുളിപ്പിക്കണോ വേണ്ടയോ, നിസ്കരിക്കണോ, ഇമാമത്ത് നിൽക്കണോ, ആരാണ് ഖബറടക്കേണ്ടത്, നേതൃത്വ സ്ഥാനത്ത് വന്ന് പറയാൻ ഒരാളില്ലായിരുന്നു. അങ്ങനെ മദീന മുഴുവനും ദിവസങ്ങളായി കരച്ചലിലാണ്, എല്ലാവരും സങ്കടത്തിലാണ്. അപ്പോഴാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, അബൂബക്കർ തങ്ങൾ അങ്ങനെ നബി തങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. പടച്ചവനെ, ലോലമായ ഹൃദയത്തിന്റെ ഉടമയാണ് അബൂബക്കർ. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ന് അബൂബക്കർ തങ്ങൾക്ക് ഈമാനികമായിട്ടൊരു വല്ലാത്ത ധൈര്യം കൊടുക്കുകയാണ്. അതാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കടന്നു വന്നു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിനകത്തേക്ക് കടന്നു ചെന്നു. അവിടുന്ന് പടച്ചവനെ പ്രവാചകന്റെ ജനാസ കാണുകയാണ്. അവസാനം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മസ്ജിദുൻ നബവിയുടെ മിമ്പറിൽ കയറി നിന്നിട്ട് അവിടുന്ന് വിളിച്ചു, സ്വഹാബ. അതാ സ്വഹാബത്തിനെ മുഴുവനും ജനങ്ങളെ മുഴുവനും വിളിച്ചുകൊണ്ട് പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബി തങ്ങൾ വഫാത്തായിരിക്കുകയാ. പ്രവാചകൻ അവിടുന്ന് വഫാത്തായിരിക്കുന്നു. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ അവിടുന്ന് പ്രഖ്യാപിക്കുകയാണ്. പടച്ചവനെ, പിന്നെ അവിടുന്ന് മറ്റുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. ആരാണ് കുളിപ്പിക്കേണ്ടത്, എവിടെയാണ് ഖബറടക്കേണ്ടത്, ആരാണ് ഖബർ കുടിക്കേണ്ടത്, മയ്യത്ത് ഒറ്റയ്ക്ക് നിസ്കരിക്കണോ ജമാഅത്തായി നിസ്കരിക്കണോ, എല്ലാ കാര്യങ്ങൾക്കും ഒരു തീരുമാനമാവുകയാണ്. അങ്ങനെ ബുധനാഴ്ച വൈകുന്നേരമാകുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സറഫാക്കപ്പെട്ട ആ ജനാസയുണ്ടല്ലോ, അതാ പടച്ചവനെ മസ്ജിദുൻ നബവിയിലെ പ്രവാചകന്റെ വീടിനകത്ത് തന്നെ ഖബറടക്കുകയാണ്. അങ്ങനെ ഇസ്ലാമിന് ഒന്നാമത്തെ ഖലീഫയായി സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഒന്നാമത്തെ ഖലീഫയായി അധികാരത്തിലേക്ക് കടക്കുകയാണ്. അങ്ങനെ ഇസ്ലാമിന്റെ നേതാവായിട്ട് ഒന്നാമത്തെ ഖലീഫയായി അബൂബക്കർ തങ്ങൾ കടന്നു വന്നു. പടച്ചവനെ, 2 വർഷവും 3 മാസവുമാണ് അബൂബക്കർ തങ്ങൾ ഇസ്ലാമിന്റെ ഭരണം നടത്തിയത്. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്ക് രോഗങ്ങളായി. പടച്ചവനെ, അബൂബക്കർ തങ്ങൾക്ക് മനസ്സിലായി തന്റെ മരണമെടുത്തെന്ന്. അബൂബക്കർ തങ്ങൾക്ക് തന്നെ മനസ്സിലായി. അപ്പോഴാണ് ചിന്തിക്കുന്നതല്ലാ, ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ എനിക്കൊരു പിൻഗാമി വേണമല്ലോ, രണ്ടാമതൊരു ഖലീഫയെ തെരഞ്ഞെടുക്കണമല്ലോ. നേതാവില്ലെങ്കിൽ പ്രവാചകന്റെ ജനാസ വെച്ചതുപോലെ എന്റെ ജനാസയും വെക്കുമല്ലോ. അതുകൊണ്ട് രണ്ടാമതായിട്ട് ഖലീഫയായി ഒരാളെ തെരഞ്ഞെടുക്കണം. ഞാൻ മരിക്കുന്നതിന് മുമ്പേ ഒരാളെ തെരഞ്ഞെടുത്ത് വെച്ചിട്ട് വേണം മരിക്കാൻ. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു
ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയെ തെരഞ്ഞെടുക്കുകയാ. ആരെയാണ് ഖലീഫയാക്കേണ്ടത്? ആർക്കാണ് അധികാരം കൊടുക്കേണ്ടത്? പടച്ചവനെ, അതാ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ മനസ്സിലേക്ക് ചിന്തകൾ കടന്നു വരികയാണ്. ആദ്യമായിട്ട് ഓർമ്മ വന്ന പേരേതെന്നറിയുമോ? സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമർ തങ്ങളുടെ പേരാണ് ഓർമ്മ വന്നത്. ഉമർ തങ്ങളുടെ പേരാണ് ഓർമ്മ വന്നത്. പടച്ചവനെ, അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ചിന്തിക്കുന്നു, അല്ലാ, ഉമറിനെ എനിക്ക് വലിയ പരിചയമില്ല, ഉമറിനെ എനിക്ക് വലിയ പരിചയമില്ല. നബി തങ്ങളുടെ മുമ്പിൽ വെച്ച് കാണാറുണ്ട്, പള്ളിയിൽ വെച്ച് കാണാറുണ്ട്, ഏത് നല്ല കാര്യത്തിനും കാണാറുണ്ട്. പരസ്യമായി നോക്കിയാൽ ഉമർ നല്ലവനാണ്, പരസ്യമായി നോക്കിയാൽ ഉമർ നല്ലവനാണ്. എന്നാൽ രഹസ്യമായ ജീവിതത്തിൽ ഉമറാരാ? ഉമറിന്റെ സ്വഭാവം എന്താ എനിക്കറിയില്ലല്ലോ. ഉമർ അതാ പരസ്യമായി നടക്കുമ്പോ അള്ളാനെ പേടിയുള്ളവനാണ്, രഹസ്യമായ ജീവിതത്തിൽ ഉമർ അള്ളാനെ പേടിയുള്ളവനാണോ അല്ലയോ എനിക്കറിയില്ലല്ലോ. അതുകൊണ്ട് ഉമറിനെ കുറിച്ച് പഠിക്കാൻ തീരുമാനിക്കുകയാ. ഉമർ നല്ലവനാണോ മോശമായവനാണോ ഉമറിനെ കുറിച്ച് മനസ്സിലാക്കണമല്ലോ. അതിന് അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ ചെയ്ത വഴി എന്തെന്നറിയുമോ? മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ വിളിക്കുകയാണ്. ഉസ്മാൻ തങ്ങളെ വിളിക്കുകയാണ്. എന്തിനാണ് ഉസ്മാനിനെ വിളിച്ചതെന്നറിയുമോ? ഉസ്മാൻ ആരാണെന്നറിയുമോ? ഈ ഉമറിന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടാണ് ഉസ്മാൻ. ഉമർ തങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഉസ്മാൻ. രണ്ടുപേരും ഒരുമിച്ചാണ് നടക്കാറ്, രണ്ടുപേരും വല്ലാത്ത ചങ്ങാതിമാരാണ്, രണ്ടുപേരും ചങ്കുകളാണ്. അതുകൊണ്ട് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചിട്ട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, ഉസ്മാനേ, എന്റെ മരണം അടുത്തിരിക്കുകയാ. അതുകൊണ്ട് രണ്ടാമത്തെ ഖലീഫയായി ഉമറിനെ തെരഞ്ഞെടുക്കാൻ പോവുകയാണ്. എനിക്ക് ഉമറിനെ കുറിച്ച് നല്ലതുപോലെ അറിയുകയില്ല, നിനക്കറിയുമല്ലോ, നീ ഉമറിന്റെ കൂട്ടുകാരനാണല്ലോ. ഒരു കൂട്ടുകാരനെ കുറിച്ച് അറിയാൻ കഴിയുമല്ലോ. അതുകൊണ്ട് അഖ്ബിർനീ അൻ ഉമർ ഇബ്നുൽ ഖത്താബ്, എനിക്ക് ഉമറിനെ കുറിച്ചൊന്ന് പറഞ്ഞു തരുമോ? നീ ഉമറിന്റെ ഫ്രണ്ടാണ്, നീ ഉമറിന്റെ ആത്മാർത്ഥ സുഹൃത്താണ്, നിനക്കറിയാം ഉമറിനെ കുറിച്ച്, ഉമറിന്റെ സ്വഭാവത്തെ കുറിച്ച് നിനക്കറിയാം. അതുകൊണ്ട് ഉമർ നല്ലവനാണോ മോശക്കാരനാണോ നിനക്കൊന്ന് പറഞ്ഞു തരികാൻ കഴിയുമോ? ഉമർ തങ്ങളുടെ കൂട്ടുകാരനായ ഉസ്മാനിനോട് ചോദിക്കുമ്പോ ഉസ്മാൻ തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? വല്ലാഹി ഇന്ന സരീറതഹു ഖൈറൻ മിൻ അലാനിയാ. ഉസ്മാൻ തങ്ങൾ പറയുകയാണ്, വല്ലാഹി ഇന്ന സരീറതഹു ഖൈറൻ മിൻ അലാനിയാ. ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം, പടച്ച റബ്ബിനെ കൊണ്ട് തന്നെയാണ് സത്യം. ഇന്ന സരീറതഹു ഖൈറൻ മിൻ അലാനിയാ. അതാ ഉസ്മാൻ തങ്ങൾ പറയുന്നു, എന്റെ കൂട്ടുകാരൻ നല്ലവനാണ്, എന്റെ കൂട്ടുകാരൻ നല്ലവനാണ്, എന്റെ കൂട്ടുകാരൻ അല്ലാഹുവിനെ ഭയമുള്ളവനാണ്. സത്യം ചെയ്തിട്ടാ പറയുന്നത്, സത്യം ചെയ്തിട്ടാ പറയുന്നത്. ഞാനാണ് സാക്ഷി നിൽക്കുന്നത്, ഞാനാണ് സാക്ഷി നിൽക്കുന്നത്. എന്റെ കൂട്ടുകാരൻ നല്ലവനാണ്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് അധികാരം കൊടുക്കാം. മഹാനായ സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു തആല അവിടുന്ന് ഉമർ തങ്ങൾക്ക് വേണ്ടി സാക്ഷി പറഞ്ഞു. ഖുർആൻ പറഞ്ഞല്ലോ, വകദാലിക ജഅൽനാകും ഉമ്മതൻ വസതൻ ലിതകൂനൂ ശുഹദാ അലന്നാസ്.
നാസ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനും അവിടുന്ന് സാക്ഷികളെ കുറിച്ച് പറഞ്ഞു തന്നല്ലോ. അതുകൊണ്ട് വഅദ കേൾക്കാമെന്നവര് പെരുന്നാൾ 29 ദിവസക്കാലം രാവും പകലും അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്ത് നോമ്പ് പിടിച്ച, തറാവീഹ് നിസ്കരിച്ച, തസ്ബീഹ് നിസ്കരിച്ച, തഹജ്ജുദ് നിസ്കരിച്ച് ഒരുപാട് നന്മകൾ ചെയ്തല്ലോ. പക്ഷേ പെരുന്നാൾ കഴിഞ്ഞപ്പോ സർവ്വതമ തകർത്ത് തരിപ്പണമായല്ലോ. അതുകൊണ്ട് വഅദ കേൾക്കാമെന്നവരോട് ചോദിക്കട്ടെ, നീ മരണപ്പെട്ട് കഴിഞ്ഞാൽ, പെങ്ങളെ നീ മരിച്ചു കഴിഞ്ഞാൽ നീ നല്ലവളായിരുന്നു എന്ന് സാക്ഷി പറയാൻ. നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ നല്ലവരായിരുന്നു എന്ന് സാക്ഷി പറയേണ്ട ഒന്നാമത്തെ ആള് നമ്മുടെ കൂടെ നടന്ന നമ്മുടെ ചങ്ങാതി തന്നെയാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മൾ മരണപ്പെട്ടു പോയ നമ്മുടെ കൂട്ടുകാരൻ നമ്മളെക്കുറിച്ച് നമ്മൾ നല്ലവനാണെന്ന് പറയുമോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കൊരുപാട് കൂട്ടുകാരുണ്ട്. നമ്മൾ ചങ്കം കരളുവാന്നൊക്കെ പറയും നമ്മുടെ കൂട്ടുകാരനെ കുറിച്ച്. എന്നാ നീ അവനുമായിട്ടൊന്ന് പിണങ്ങിക്കേ. നിന്റെ ആത്മാർത്ഥ സുഹൃത്തുമായിട്ട് എന്തെങ്കിലും പറഞ്ഞൊന്ന് പിണങ്ങി നോക്കിക്കേ. നടു റോഡിൽ ഇറങ്ങി നിന്നിട്ട് അവൻ നിന്റെ പൂർവ്വ ചരിത്രം വിളിച്ചു പറയും. നിന്റെ എല്ലാ സ്വഭാവങ്ങളും നമ്മുടെ കൂട്ടുകാരൻ വിളിച്ചു പറയും. കാരണം നമ്മുടെ രഹസ്യവും നമ്മുടെ പരസ്യവും എല്ലാം അവനറിയാം. നമ്മളുടെ എല്ലാ മോശമായ പ്രവർത്തനങ്ങളും നമ്മുടെ കൂട്ടുകാരന് നല്ലതുപോലെ അറിയാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കൊരുപാട് കൂട്ടുകാരുണ്ട്. നമ്മളെ പഴപ്പിച്ചതാരാ? നമ്മുടെ കൂട്ടുകാരൻ തന്നെയാ. ഞാൻ ചോദിക്കട്ടെ, നമ്മളെ വീടി വലിക്കാൻ പഠിപ്പിച്ചാരാ? ഉമ്മാടെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ ആരും വീടി വലിച്ചിട്ടല്ലല്ലോ വന്നത്. കുറ്റി വീടി തന്നിട്ട് വലിക്കട എന്ന് പറഞ്ഞ് കൂടെ നിന്നവനുണ്ടല്ലോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ശമ്പു അടിക്കാനും തുളസി അടിക്കാനും കള്ളു കുടിക്കാനും ബിയറടിക്കാനും ഇന്ന് കഞ്ചാവടിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുവന്നത് നമ്മുടെ കൂട്ടുകാരനാണല്ലോ. ജീവിതത്തിൽ ആദ്യമായി സിനിമയ്ക്ക് വിളിച്ചു കൊണ്ടുപോയതാരാ? നമ്മുടെ കൂട്ടുകാരൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നും നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുകയാ. പരിശുദ്ധമായ റമദാൻ കഴിഞ്ഞു, പെരുന്നാൾ കഴിഞ്ഞു. എങ്ങോട്ടാ പോയത്? അധികം പേരും എൻ്റെ പ്രിയപ്പെട്ടവരെ സിനിമ തിയേറ്ററിൽ ആടുജീവിതം കാണാനാ പോയത്. ഒന്ന് ആലോചിച്ച് നോക്കിയ നമ്മുടെ ആ സ്വഭാവം, നമ്മുടെ സ്വഭാവങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്ക്. എൻ്റെ പ്രിയപ്പെട്ടവരെ, സുബഹിക്ക് മുമ്പേ എഴുന്നേറ്റു. ഒരു മാസക്കാലമായി സുബഹി ബാങ്ക് വിളിക്കുന്നത് കേട്ടവരാ നമ്മള്. സുബഹിക്ക് മുമ്പേ എഴുന്നേറ്റു, തഹജ്ജുദ് നിസ്കരിച്ചു, സുബഹിക്ക് മുമ്പ് സുബഹിയുടെ സുന്നത്ത് നിസ്കരിച്ചു, ഫർള് നിസ്കരിച്ചു, മഗ്രിബിന്റെ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ പള്ളിക്കകത്ത് പോയിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, കഷ്ടപ്പെട്ട് നോമ്പ് പിടിച്ചു, ഒരുപാട് നന്മകൾ നമ്മൾ ചെയ്തു. എന്നാൽ പെരുന്നാൾ കടന്നു വന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, എത്ര പേരാ സുന്നത്ത് പോയിട്ട് സുബഹി നിസ്കരിച്ച ഫർള് നിസ്കരിച്ചത്? എത്ര പേരാ ബാങ്ക് കേട്ടത്? എല്ലാവരും കറക്കത്തിന്റെ ഓട്ടങ്ങളില്ല, എല്ലാവരും പല പല സ്ഥലങ്ങളിൽ എല്ലാവരും കറങ്ങി നടക്കുകയാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൂട്ടുകാരാണ് നമ്മളെ പഠിപ്പിച്ചു കളഞ്ഞത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, കൂട്ടുകാരെന്ന് പറഞ്ഞാൽ ആരാ? കൂട്ടുകാരെന്ന് പറഞ്ഞാൽ ആരാ? ഞാൻ പറയട്ടെ, ഇരിക്കുന്ന നിങ്ങളോട് ചോദിക്കട്ടെ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിന്റെ കൂട്ടുകാരൻ നിസ്കരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടോ? ഒരിക്കലെങ്കിലും അവൻ ചോദിച്ചിട്ടുണ്ടോ, വാപ്പാ നീ നിസ്കരിച്ചോ എന്ന്, നീ ഖുർആൻ ഓതിയോ എന്ന്, തഹജ്ജുദ് നിസ്കരിച്ചോ എന്ന്? ഏത് ഫ്രണ്ടാ പെങ്ങളെ നിന്നോട് ചോദിക്കുന്നത്? നമ്മുടെ കൂട്ടുകാരും അങ്ങനെ ചോദിക്കുന്നവരല്ല. എന്നാ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ആരാണെന്നറിയുമോ? കൂട്ടുകാരനെന്ന് പറഞ്ഞാൽ ആരാണെന്നറിയുമോ? ചെറുപ്പക്കാര് പറയും, ഉസ്താദേ അവനെന്റെ ചങ്കാണ്, അവനെന്റെ ചങ്കാണ്. എടാ, ചങ്കെന്ന് പറഞ്ഞാൽ ആരാണെന്നറിയുമോ? രണ്ട് ചങ്കുകളെ ഞാൻ പറഞ്ഞു തരട്ടെയോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ജഖ്ശ് റളിയല്ലാഹു തആല അൻഹു, സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു, ഇവര് രണ്ടുപേരും കൂട്ടുകാരാണ്. ഇവര് രണ്ടുപേരും ഫ്രണ്ട്സുകളാണ്. പടച്ചവനെ, ഉഹദിന്റെ രണാങ്കണത്തിൽ യുദ്ധം നടക്കുന്നതിന്റെ തലേ ദിവസമുണ്ടല്ലോ, അബ്ദുല്ലാഹ് ഇബ്നു ജഖ്ശ് റളിയല്ലാഹു തആല അൻഹു സഅദ് ഇബ്നു അബീ വഖാസ് എന്ന് പറയുന്ന കൂട്ടുകാരന്റെ വീട്ടിലേക്ക് പാതിരാത്രിയിൽ കടന്നു ചെല്ലുകയാ. പാതിരാത്രി കടന്നു ചെന്നിട്ട് അവിടെ നിന്ന് വിളിക്കുന്നു, വാടാ സഅദ്, വാടാ സഅദ്. സഅദ് ഇബ്നു അബീ വഖാസ് എന്ന് പറയുന്ന കൂട്ടുകാരനെ പാതിരാത്രി തന്റെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കുകയാണ്. കള്ളു കുടിക്കാൻ
കുടിക്കാനല്ല, കഞ്ചാവടിക്കാനല്ല, സിനിമയ്ക്ക് പോകാനല്ല, കടത്തിണ്ണയിലിരിക്കാനല്ല. അവിടെ നിന്ന് വിളിച്ചിറക്കിയിട്ട് വാടാ സഅദേ എന്ന് പറഞ്ഞ് വിളിച്ചിറക്കുകയാ. ഉളുവെടുക്കടാ സഅദേ, ഉളുവെടുക്കടാ സഅദേ. രണ്ടുപേരും ഉളുവെടുക്കുകയാണ്. മുസല്ല എടുത്തുകൊണ്ട് ആരാരുമില്ലാത്ത ഒരു ഭാഗത്ത് പോയിരുന്നിട്ട് 2 റക്അത്ത് നിസ്കരിക്കുകയാ. രണ്ടുപേരും ആരാരുമില്ലാത്ത ഒരു സ്ഥലത്ത് പോയിരുന്നു. എന്നിട്ട് 2 റക്അത്ത് നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞപ്പോ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ് തങ്ങൾ പറഞ്ഞു, സഅദേ, നമ്മൾ രണ്ടുപേരും നാളെ ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് പോവുകയാണ്. ആരാണ് തിരിച്ചു വരുന്നതെന്നറിയില്ല, ഇനി കാണുമോ എന്നറിയില്ല. അതുകൊണ്ട് സഅദേ, എനിക്ക് വേണ്ടത് ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യാ. നീ ആമീൻ പറയണേ, നീ ആമീൻ പറയണേ. നിനക്ക് വേണ്ടത് നീ ദുആ ചെയ്യൂ, നിനക്ക് വേണ്ടി ഞാൻ ആമീൻ പറയാ. അങ്ങനെ 2 കൂട്ടുകാരും സമ്മതിക്കുകയാണ്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹുവിനോട് അവിടെ നിന്ന് പറഞ്ഞു, നീ ആദ്യം ദുആ ചെയ്യ്, ആദ്യം നീ തന്നെ ദുആ ചെയ്യ്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു പാതിരാത്രിയിൽ തന്റെ കൂട്ടുകാരന്റെ മുമ്പിൽ ഇരുന്നിട്ട് പടച്ചവനോട് ദുആ ചെയ്യുന്നു. അല്ലാഹ്, നാളെ നേരം വെളുത്താൽ ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് പോവുകയാണ് റബ്ബേ. എനിക്ക് നല്ല ഒരു എതിരാളിയെ തരണം പടച്ചവന്. അവന് യോദ്ധാവായിരിക്കണം തമ്പുരാന്, അവരിവരുടെ നേതാവായിരിക്കണം തമ്പുരാന്. എനിക്കവനെ എന്റെ കൈകൊണ്ട് വധിക്കണമല്ല. എനിക്കവനെ ഉഹദിന്റെ രണാങ്കണത്തിൽ പരാജയപ്പെടുത്തണം തമ്പുരാന്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു ദുആ ചെയ്യുകയാണ്. അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ് തങ്ങൾ ആമീൻ പറയുകയാ. ദുആ ചെയ്തു കഴിഞ്ഞപ്പോ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ് തങ്ങൾ ദുആ ചെയ്യുകയാണ്. ആമീൻ പറയാൻ പറഞ്ഞു. എന്താണ് ദുആ ചെയ്തതെന്ന് അറിയുമോ? റബ്ബേ, നാളെ ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് ചെല്ലുമ്പോ അല്ലാ, എന്നെക്കാളും ആരോഗ്യമുള്ള, എന്നെക്കാളും യോദ്ധാവായ ഒരു എതിരാളിയെ എനിക്ക് തരണേ അല്ലാ. അവന് കരുണയില്ലാത്തവനാകണം തമ്പുരാന്, അവൻ ക്രൂരനായിരിക്കണം തമ്പുരാന്. അവന്റെ ഹൃദയത്തിൽ കരുണയുണ്ടാകാൻ പാടില്ല. അവൻ എന്റെ കൈ വെട്ടി മുറിക്കണം തമ്പുരാന്, എന്റെ കാല് വെട്ടി മുറിക്കണം തമ്പുരാന്, എന്റെ മൂക്ക് മുറിച്ചു മാറ്റണം തമ്പുരാന്, എന്റെ ചെവി മുറിച്ചെടുത്തിട്ട് ഉഹദിന്റെ രണാങ്കണത്തിൽ അവനെ കെട്ടി തൂക്കണേ അല്ലാ. എനിക്ക് ഉഹദിന്റെ രണാങ്കണത്തിൽ കടന്ന് ഷഹീദാകണമല്ലോ. തന്റെ കൂട്ടുകാരനെ വിളിച്ചിരുത്തിയിട്ട് പാതിരാത്രിയിൽ ഒരു കൂട്ടുകാരൻ ദുആ ചെയ്യുകയാണ്. നിറകണ്ണുകളോട് ആമീൻ പറഞ്ഞു. രണ്ടുപേരും സലാം പറഞ്ഞു പിരിയുകയാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഉഹദിന്റെ രണാങ്കണത്തിൽ യുദ്ധം കഴിഞ്ഞ് സഹോദരാ, യുദ്ധം അവസാനിക്കുമ്പോ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അൽഹംദുലില്ലാഹ്, എന്റെ ദുആ സ്വീകരിച്ചല്ലോ. നേതാവിനെയാണ് ഞാൻ വധിച്ചിരിക്കുന്നത്, നേതാവിനെയാണ് ഞാൻ കീഴ്പ്പെടുത്തിയത്. ഞാൻ ചോദിച്ചത് എന്റെ പടച്ച റബ്ബ് എനിക്ക് തന്നല്ലോ. ഇനി അറിയേണ്ടത് ചങ്ങാതിയെ കുറിച്ചാ, തന്റെ കൂട്ടുകാരനായ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷിനെ കുറിച്ച് അറിയണമല്ലോ. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു ഓടുകയാണ്. ഉഹദിന്റെ രണാങ്കണത്തിലൂടെ ഓടിച്ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ്, രണാങ്കണത്തിന്റെ ഒരു ഭാഗത്ത് മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുകയാണ്. കയ്യില്ല ചെറുപ്പക്കാരാ, കാലില്ല ചെറുപ്പക്കാരാ, മൂക്കില്ല ചെറുപ്പക്കാരാ. അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ് തങ്ങളുടെ ചെവിയുണ്ടല്ലോ, ഇതാ നൂലിൽ ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടിരിക്കുകയാണ്. ശരീരം മുഴുവനും തുണ്ടം തുണ്ടമായി വെട്ടി നുറിച്ചിട്ടിരിക്കുകയാണ്. മരണത്തോട് മല്ലടിക്കുകയാ, മരണത്തോട് മല്ലടിക്കുകയാ. അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ് തങ്ങൾ പറയുന്നു, സഅദേ,
നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ ചെല്ലുമ്പോ എനിക്ക് അല്ലാഹുവോട് പറയാം, എന്റെ കൈ കൊടുത്തെന്ന്, എന്റെ കാല് കൊടുത്തെന്ന്, എന്റെ ശരീരം കൊടുത്തെന്ന്, എന്റെ ചെവി കൊടുത്തെന്ന് എനിക്ക് പടച്ച റബ്ബിനോട് പറയാമല്ലോ. സഅദേ, നീയാണടാ സാക്ഷി, നീയാണടാ സാക്ഷി. എനിക്ക് വേണ്ടി നാളെ പടച്ച റബ്ബിനോട് സാക്ഷി പറയണേ. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് തങ്ങള് സഅദ് ഇബ്നു അബീ വഖാസ് എന്ന് പറയുന്ന ചങ്ങാതിയോട് അവിടെന്ന് പറഞ്ഞു കൊടുത്തു എന്ന് ചരിത്രം പറയുമ്പോ, ഈ പാതിരാത്രി വയല് കേൾക്കാമെന്നവര് നമ്മളെ കുറിച്ച് നല്ലത് പറയാ ഒരു നല്ല കൂട്ടുകാരൻ നമുക്കുണ്ടോ? അവനാണ് നമ്മളെ പഠിപ്പിച്ചത്, അവനാണ് കള്ള് കുടിക്കാൻ പഠിപ്പിച്ചത്, കഞ്ചാവടിക്കാൻ പഠിപ്പിച്ചത്, വലിച്ചു നോക്കടാ എന്ന് പറഞ്ഞത്. പെങ്ങളെ, ആദ്യം അവള് നിന്നെ കൂട്ടു വിളിച്ചു കൊണ്ടുപോയി. നീ കാമുകനെ കാണാൻ പോയപ്പോ ഇവളെ കൂട്ട് വിളിച്ചു കൊണ്ടുപോയി. അവസാനം പോയി ഇപ്പൊ അവൾക്കും ആക്കി കൊടുത്തില്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും കൂട്ടുകാർക്ക് വേണ്ടി എന്തും ചെയ്യുന്നവരാ. നിസ്കരിക്കുന്നവനും നോമ്പ് പിടിക്കുന്നവനും അള്ളയുണ്ടെന്ന് വിശ്വസിക്കുന്നവനും എടോ ഏത് വൃത്തികേടിന് വേണമെങ്കിലും കൂട്ടു നിൽക്കുമല്ലോ. കണ്ട ഏതെങ്കിലും ഒരു വാപ്പയും ഉമ്മയും കഷ്ടപ്പെട്ടു വളർത്തിയ പൊന്നുമോള് അടിച്ചുകൊണ്ട് പോകാൻ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്ന കൂട്ടുകാരുണ്ട്, ചെറുപ്പക്കാരുണ്ടല്ലോ. ഏതെങ്കിലും ഒരു അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് വളർത്തിയ പാവപ്പെട്ട പെൺകുട്ടികള് വളയ്ക്കാ സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ട് വിളിച്ചിറക്കിക്കൊണ്ട് വാടാ എന്ന് പറഞ്ഞ് ധൈര്യം കൊടുക്കുന്ന ചെറുപ്പക്കാരാ, എങ്ങനാ നിനക്കിത് ചെയ്യാൻ കഴിയുക? ഏത് വൃത്തികേട് വേണമെങ്കിലും ചെയ്യുമല്ലോ. എന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാ ഇന്നത്തെ യുവതലമുറ പറയുന്ന മറുപാടി എന്റെ ഫ്രണ്ടാണല്ലോ, എന്റെ ഫ്രണ്ടിന് വേണ്ടി ഞാൻ എന്തും ചെയ്യുമല്ലോ. ചെറുപ്പക്കാരാ, കരയുമടാ മോനെ. നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് വെച്ചിട്ട് യാ വൈലത്താ ലൈതനീ ലമ്മ തഖിദു ഫുലാനൻ ഖലീലാ, ഇവനുമായിട്ടുള്ള ബന്ധം നീ അവസാനിപ്പിച്ചോ, ഈ തെറ്റ് ചെയ്യുന്നവനുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ചോ, ഇല്ലെങ്കിൽ നാളെ കരയും പെങ്ങള്. അല്ലാഹുവിന്റെ കോടതിയിൽ കിടന്നു പറയുന്നു, യാ വൈലത്താ, എന്റെ നാശമേ, എന്റെ നാശമേ. എടാ, നിന്റെ കൂടെ കൂടാതിരുന്നെങ്കില്, നീയുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാതിരുന്നിരുന്നെങ്കില് എത്രയോ നല്ലതായിരുന്നു, ഞാൻ രക്ഷപ്പെടുമായിരുന്നല്ലോ എന്ന് നാളെ പരലോകത്ത് കിടന്ന് പരസ്പരം ശപിക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, നല്ലവരുമായിട്ട് ബന്ധമുണ്ടാക്ക്, നല്ലവരുമായിട്ട് ബന്ധമുണ്ടാക്കൂ, നല്ല കൂട്ടുകാരെ തെരഞ്ഞെടുക്കൂ. ഫ്രണ്ട്ഷിപ്പിന് വല്ലാത്ത സ്ഥാനമുണ്ടോ, നല്ല കൂട്ടുകാർക്ക് വല്ലാത്ത പ്രതിഫലമാണ്. ഞാൻ പറയുന്നത് സ്നേഹിക്കാനാ പറയുന്നത്, അധികാരത്തിനു വേണ്ടിയല്ല, എന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല, അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി സ്നേഹിക്കൂ, അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി സ്നേഹിക്കൂ. അല്ലാഹുവിന് വേണ്ടി സ്നേഹിച്ചാൽ ചെറുപ്പക്കാരാ, നിസ്കരിക്കാൻ പള്ളിയിൽ കണ്ടില്ലല്ലോ, എന്തുകൊണ്ടാണ് നീ സുബഹിക്ക് വരാഞ്ഞത്? ഇന്ന് മഗ്രിബിന് നിന്നെ കണ്ടില്ലല്ലോ, എന്തുകൊണ്ട് വന്നില്ല എന്ന് തിരക്കുന്ന കൂട്ടുകാരനാകട്ടെ, പള്ളിയിൽ കാണാതെ വന്നാ പടച്ചവനെ തിരക്കുന്നവനാകണം കൂട്ടുകാരന്. സിനിമയ്ക്ക് വിളിക്കുന്നവനോട് പറയണം, പാപമാ പാപമാ, അത് കാണാൻ പാടില്ലല്ലോ, അല്ലാഹു ഇഷ്ടപ്പെടുന്ന കാര്യമല്ലല്ലോ. അവിടെ വെച്ചാണ് മരണപ്പെട്ടു പോകുന്നതെങ്കിൽ എന്ത് ചെയ്യും ചെറുപ്പക്കാരാ? ഇതുപോലെ തെറ്റിൽ നിന്ന് പിരിച്ചു കൊണ്ടുവരുന്നവനാകണം കൂട്ടുകാരൻ. അതുകൊണ്ട് പറയുകയാ, സ്നേഹിക്കണേ, ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കണേ, നല്ല കൂട്ടുകാരാകണേ. അങ്ങനെ നല്ല കൂട്ടുകാരായാ അല്ലാഹുവിന് വേണ്ടി സ്നേഹിക്കുന്നവർക്ക് പടച്ച റബ്ബ് തരുന്ന പ്രതിഫലം എന്താ? നാളെ ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാഹളത്തിൽ രണ്ടാമത് മൂതുമ്പോൾ
പറയുമ്പോ പള്ളിപ്പറമ്പിലെ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് പോകുന്ന പടച്ചറബിന്റെ പരലോകമുണ്ടല്ലോ, ഞാനും നിങ്ങളും അല്ലാഹുവിന്റെ കോടതിയിലെ ചെമ്പിന്റെ തറയിൽ ഉടുതുണിയില്ലാതെ ഞാനും നിങ്ങളും അല്ലാഹുവിന്റെ കോടതിയിൽ നിൽക്കുകയാ. ഇരിക്കുന്നവർ മുഴുവനും പറയുന്നത് വല്ലാത്ത ചൂടാണെന്ന, ശരീരം വിയർക്കുന്ന ഉസ്താദ്, വിയർപ്പ് തുള്ളികൾ ശരീരത്തിലൂടെ ഒഴുകുന്ന ഉസ്താദ്, സഹിക്കാൻ പറ്റുന്നില്ല, എനിക്കും നിങ്ങൾക്കും ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. 15 കിലോമീറ്റർ മുകളിൽ നിന്നിരുന്ന സൂര്യൻ അസ്തമിച്ചിട്ട് ഈ 10 മണി കഴിഞ്ഞിട്ടും നിനക്ക് ചൂടെടുക്കുകയാ. പെങ്ങളെ, ഇട്ടിരിക്കുന്ന വസ്ത്രത്തിനകത്തുകൂടെ വിയർപ്പ് തുള്ളി ഒഴുകുമ്പോ പ്രയാസപ്പെടുന്ന ഉമ്മ, നാളെ അല്ലാഹുവിന്റെ കോടതിയില് ഒരു ചാണ് മുകളിലാ, ഒരു ചാണ് മുകളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂര്യനെ താഴ്ത്തുന്ന ദിവസമാണ് മഹ്ശറ. അല്ലാഹുവേ, ചൂടുള്ള നാളുണ്ട്, കിയാമം നാളാ. ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂളാ, വൻദോഷ വണ്ടിയോ മായി വരുന്നേ കാളാ, ക്ഷീണത്തിനാലൊലിക്കുന്നതാണേ ഈള. സുഹൃത്തുക്കളെ, തിളയ്ക്കുന്നതാണേ മൂള, അമലൊന്നുമില്ല ദങ്ങു ചെന്ന കോള. തലച്ചോറ് തിളച്ചിട്ട് മുഖത്തുകൂടെ ഒഴുകുന്ന ദിവസമാണ് മഹ്ശറ. കാളയുടെ വായിൽ നിന്ന് പതയും നുരയും ഒഴുകുന്നത് പോലെ ജനങ്ങളുടെ വായിൽ നിന്ന് പതയും നുരയും ഒഴുകുന്ന ദിവസമാണ് മഹ്ശറ. പെങ്ങളെ, ഉടുതുണിയില്ലാതെ ആണുങ്ങളും പെണ്ണുങ്ങളും നഗ്നരായിട്ട് അല്ലാഹുവിന്റെ കോടതിയില് ഞാനും നിങ്ങളും ചെമ്പിന്റെ തറയിൽ നിൽക്കുമ്പോ ഒരു ചാട് മുകളിൽ സൂര്യൻ നിൽക്കുന്ന ദിവസമുണ്ടല്ലോ, അന്ന് ഒരേ ഒരു തണലേ ഉള്ളൂ, ഒരേ ഒരു തണലേ ഉള്ളൂ. അത് എവിടെയാണെന്നറിയുമോ? ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ പടച്ച റബ്ബുണ്ടല്ലോ, ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ എന്നെയും നിന്നെയും പടച്ച അള്ളയുണ്ടല്ലോ, ആ അല്ലാഹുവിന്റെ സിംഹാസനത്തിന്റെ താഴെയാ, അല്ലാഹുവിന്റെ അർശിന്റെ താഴെയാണ് ഒരു സ്ഥാനമുള്ളത്. അവിടെ മാത്രമേ തണലുള്ളൂ, അവിടെ മാത്രമേ തണലുള്ളൂ. പടച്ചവനെ, അങ്ങനെ അല്ലാഹുവിന്റെ അർശിന്റെ താഴെ മാത്രമേ തണലുള്ളൂ. ആ തണലല്ലാതെ വേറെ ഒരു തണലുമില്ലാത്ത മസ്സറയുണ്ടല്ലോ. അന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വയുനാദിൽ മുനാദി മിൻ ഖിബലിർ റഹ്മാൻ, അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിക്കുകയാണ്, അവിടെ നിന്ന് വിളിക്കുകയാ. സബഅത്തുൻ യുളില്ലുഹുമുല്ലാഹു ഫീ ളില്ലി, അല്ലാഹുവിന്റെ അർശിന്റെ താഴെ ഒഴുക്കിയിട്ടിരിക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ടടോ, അവിടെ കസേരയുണ്ടടോ, അവിടെ അതായിരിക്കാനുള്ള ചെയറുകളുണ്ട്. അല്ലാഹു 7 വിഭാഗം വിവിഐപികളെ വിളിക്കുകയാ. 7 വിഭാഗം വിവിഐപികള് അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിക്കുകയാണ്. നിങ്ങൾ വെയില് കൊള്ളേണ്ടവരല്ല, നിന്ന് പ്രയാസപ്പെടേണ്ടവരല്ല, ഇന്ന് നിങ്ങൾ വിവിഐപികളാണ്, ഇന്ന് നിങ്ങൾ വിവിഐപികളാണ്. അല്ലാഹു വിളിക്കുകയാണ്, അല്ലാഹുവിന്റെ അർശിന്റെ താഴെയുള്ള സ്റ്റേജിലിരിക്കാൻ 7 വിഭാഗത്തെയാണ് അല്ല വിളിക്കുന്നത്. ആ 7 വിഭാഗത്തിൽ ഒരു വിഭാഗം ആരെന്നറിയുമോ? അല്ലാഹുവിന് വേണ്ടി സ്നേഹിച്ച കൂട്ടുകാരാ, അല്ലാഹുവിന് വേണ്ടി സ്നേഹിച്ച പെങ്ങള്, അല്ലാഹുവിന് വേണ്ടി സ്നേഹിച്ച, അല്ലാഹുവിന് വേണ്ടി സ്നേഹിച്ച, നാളെ അർശിന്റെ താഴെ അല്ലാഹു അവർക്ക് സ്ഥാനം കൊടുക്കുമെന്ന് നബി തങ്ങൾ പറയുമ്പോ, പെങ്ങളെ, ആണിന് ആണ്, പെണ്ണിന് പെണ്ണ്. ഇന്ന് കാലം മാറിയിരിക്കുകയാണ്. പടച്ചവനെ, ആണുങ്ങളെ കൂട്ടുകാരനാക്കാൻ ആണിന് പറ്റുന്നില്ല,
മാത്രമല്ല, ഗേൾ ഫ്രണ്ട് മതിയല്ലോ, ബോയ് ഫ്രണ്ട് മതിയല്ലോ. ആ സിസ്റ്റത്തെ കുറിച്ചല്ല പറയുന്നത്, ആ സിസ്റ്റത്തെ കുറിച്ചല്ല പറയുന്നത്. ഒരു നല്ല കൂട്ടുകാരനെ തെരഞ്ഞെടുത്ത നബി തങ്ങളെ പറഞ്ഞു, സ്വഹാബാ, നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ ഒരു സിംഹാസനം കൊണ്ടുവന്ന് വെക്കുകയാ. അള്ളാന്റെ കോടതിയിൽ ഒരു സിംഹാസനം കൊണ്ടുവന്ന് വെക്കുകയാ. നബി തങ്ങൾ അതിന്റെ മഹത്വം പറഞ്ഞു കൊടുക്കുകയാണ്. ആ സിംഹാസനത്തിന്റെ മഹത്വം നബി തങ്ങൾ പറയുമ്പോ സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, അത് ആർക്കുള്ളതാ നബിയേ? അത് പ്രവാചകന്മാർക്കുള്ളതാണോ ആ സിംഹാസനം? അത് പ്രവാചകന്മാർക്കുള്ളതാണോ? നബി തങ്ങൾ പറഞ്ഞു, അല്ല. അത് ശുഹദാക്കൾക്കുള്ളതാണോ? നബി തങ്ങൾ പറഞ്ഞു, അല്ല. സഹാബാ, അല്ലാഹുവിന്റെ പ്രവാചകന്മാര് പോലും ആ സിംഹാസനം കൊതിക്കും. സഹാബാ, അല്ലാഹുവിന്റെ പ്രവാചകന്മാര് പോലും അതാ ബദറിലും മുഹദിലും ഹന്തക്കിലും ഖൈബറിലും തബൂക്കിലും യർമൂക്കിലുമല്ല, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പോരാടി വീരിമൃത്യം വരിച്ച ശുഹദാക്കളുണ്ടല്ലോ, അവര് കൊതിക്കുകയാണ് ആ സിംഹാസനത്തിലൊന്നിരിക്കാൻ. അവര് പോലും കൊതിക്കുമെന്ന് നബി തങ്ങൾ പറയുമ്പോ സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, ആർക്കുള്ളതാ നബിയേ? ആ സിംഹാസനം ആർക്കുള്ളതാ നബിയേ? ഖൗമൻ തുഹാബു ബിറൂഹില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി സ്നേഹിച്ച കൂട്ടുകാർക്കുള്ളതാ, അല്ലാഹുവിന് വേണ്ടി സ്നേഹിച്ച കൂട്ടുകാരികൾക്കുള്ളതാ. അല്ലാഹുവിന് വേണ്ടി സ്നേഹിച്ചവരുണ്ടല്ലോ, അവർക്ക് നാളെ അർശിന്റെ താഴെ ഒരു സ്ഥാനമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. അള്ളാഹിന് വേണ്ടി സ്നേഹിക്കുന്നവർക്ക് നാളെ അർശിന്റെ താഴെ അള്ളാഹു സ്ഥാനം കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹിന് വേണ്ടി സ്നേഹിക്കണം. ആണിനാണ്, പെണ്ണിന് പെണ്ണ്. അങ്ങനെ ഇന്ന് അങ്ങനല്ല. ഇന്ന് എല്ലാവർക്കും കൂട്ടുകാർ കൂടുതലാ. ഈ വയത് കേൾക്കാൻ വന്നിരിക്കുന്ന വാപ്പായ്ക്കും കൂട്ടുകാരുണ്ട്. ഈ വയത് കേൾക്കാൻ വന്നിരിക്കുന്ന 40, 50, 45, 50 വയസ്സുള്ള ഉമ്മയ്ക്കും കൂട്ടുകാരുണ്ട്. ആരാ? 1950-ലും 55-ലും 60-ലും 80-ലും 90-ലൊക്കെ കൂടെ പഠിച്ച ആമിനായും ആയിഷയൊക്കെ ഇപ്പൊ ചാറ്റിക്കൊണ്ടിരിക്കുക. എല്ലാവർക്കും ഇപ്പൊ ഗ്രൂപ്പുകളാണല്ലോ. വാട്സപ്പ് ഗ്രൂപ്പിന്റെ കാലമാണല്ലോ. ഹജ്ജിന് പോയിട്ട് വന്ന ഗ്രൂപ്പ്, ഉംറയ്ക്ക് പോയിട്ട് വന്ന ഗ്രൂപ്പ്, സിയാറത്തിന് പോയിട്ട് വന്ന ഗ്രൂപ്പ്, പിന്നെ മഹല്ല് ഗ്രൂപ്പ്, എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രൂപ്പിന്റെ കാലമല്ലേ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നീ മരിച്ചു കഴിഞ്ഞാൽ നിന്റെ കൂടെ രാവും പകലും നടന്ന് നിന്റെ കൂട്ടുകാരൻ പറയണം, നീ നല്ലവനായിരുന്നു. എൻ്റെ പെങ്ങളെ, നിന്റെ കൂട്ടുകാരി പറയണം, നീ നല്ലവളായിരുന്നു എന്ന്. അവർ നിങ്ങളെക്കുറിച്ച് നല്ലത് പറഞ്ഞ് സാക്ഷി നിന്നാൽ നിങ്ങൾക്ക് സ്വർഗമുണ്ട്. അള്ളാഹു നമുക്കതിനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ.